സാറേ, മുസ്ലിം നേതാക്കൾക്കിടയിലെ ഒരു ജനകീയ മുഖമാണ് കെ.ടി. ജലീൽ. അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അതിങ്ങനെയാണ്: മദ്രസ വിദ്യാഭ്യാസം ലഭിച്ചവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നത്. ഇതിനെതിരെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വാസ്തവമുണ്ടോ? ഇതൊരു മുസ്ലിം സമുദായത്തിന് നൽകുന്ന ഒരു സന്ദേശമാണോ? ആദ്യമേ തന്നെ പറയട്ടെ, കെ.ടി. ജലീൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ആ ധൈര്യം കാണിച്ചതിന്, ആ പറയാനുള്ള ധൈര്യം കാണിച്ചതിന് അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുക. ഈ റമദാൻ കാലത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്ദേശമാണ്, റമദാൻ സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞു. ഈ ഒരൊറ്റ വാക്യം തന്നെ മതി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മദ്രസകളിൽ വിദ്യാഭ്യാസം നേടിയവരാണ് ലഹരി മരുന്ന് കടത്തിനും ഉപയോഗത്തിനും ഏറ്റവും കൂടുതൽ പിടിയില്ല. സമുദായത്തെ ഒന്ന് തൊട്ടുണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പറച്ചിലാണ്. എല്ലാവർക്കും ഒരു ഭയമാണ് ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പേടിയാണ്. കാരണം പക്ഷേ ഇദ്ദേഹത്തെ അതിൽ സാർ പുകഴ്ത്തിയതും വളരെയധികം നന്നായിട്ടുണ്ട്. അതെ, പേടിയ ചങ്കൂറ്റമില്ല, ആർക്കും പറയാനുള്ള ചങ്കൂറ്റമില്ല. മതത്തിൻ്റെ അടിമകളായിട്ട്, മതദേഹങ്ങളായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണ്. മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത് സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അതും നമുക്ക് സഹിക്കാം, സാമ്പത്തികമാണ്. പക്ഷേ കൊലവെറിയുമായി ഭീകരവാദത്തിന് പുറപ്പെടുന്നവരും മദ്രസ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. അത് ആത്മപരിശോധന നടത്തേണ്ടത്. എവിടെയാണ് പിഴച്ചിരിക്കുന്നത്? ലോകമാകെ, കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ലോകമെമ്പാടും ഒരു മതത്തിൻ്റെ വിദ്യാഭ്യാസം നൽകുമ്പോൾ അവരെങ്ങനെ ഭീകരരായിട്ട് മറ്റു മതങ്ങളുടെ ശത്രുക്കളായിട്ട് വാളുമെടുത്തുകൊണ്ട് കഴുത്തറക്കാൻ നടക്കുന്നു. നിങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ മതത്തിൽപ്പെട്ട ആളല്ല, മദ്രസയിൽ പോയിട്ടാണ്. പക്ഷേ എവിടെയോ കുഴപ്പമുണ്ട്. അധ്യാപകരാണ് കെ.ടി. ജലീൽ, ഫാറൂഖ് കോളേജിലെ അധ്യാപകരാണ്. അദ്ദേഹം ചിന്തിക്കണം. അതിൻ്റെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലം അവിടെ പിഴകുണ്ടെങ്കിൽ അത് തിരുത്തണം. മദ്രസകളിൽ പോയിക്കോട്ടെ. അത് കടന്ന് ഞാൻ ചോദിക്കുന്നത്, എന്തിനായി മദ്രസകൾ? ഓരോ മതത്തിനും ഓരോ വസ്ത്രം, ഓരോ ചിഹ്നം, മതദേഹങ്ങളായിട്ട് നടക്കുകയില്ലേ നമ്മൾ? ആ വേർതിരിവ് നമ്മൾ പ്രകടമായിട്ട് കാണിച്ചുകൊണ്ട് പണ്ടില്ലാത്ത വിധം, പണ്ട് നമ്മളെല്ലാം ഒരേ വസ്ത്രം ധരിച്ചിരുന്നു, ഒരുമിച്ചിരുന്നുണ്ടിരുന്നു, കഥകൾ പറഞ്ഞിരുന്നു, ബിരിയാണിയും പായസവും പരസ്പരം കൈമാറിയിരുന്നു. ഇന്നിവിടെ പോയിരിക്കുന്നു, എനിക്ക് എൻ്റെ മതം, എൻ്റെ വസ്ത്രം, എൻ്റെ ചിഹ്നം, എൻ്റെ മതചിഹ്നം. വേറിട്ട കമ്പാർട്ട്മെൻറ്റുകളായി ഒരു തീവണ്ടിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറിയിട്ടില്ല. സത്യമല്ലേ ഇത്? ഇതിനൊരു പരിധി വേണ്ടേ? റഫീഖ് അഹമ്മദ് പറഞ്ഞ മതദേഹങ്ങളായിട്ടാണോ നമ്മൾ നടക്കേണ്ടത്? ആ ദേഹമാസകലം മൂടിക്കൊണ്ട് യാതൊരു വിധമായിട്ടുള്ള സുരക്ഷാ ഭീഷണിയില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി നമ്മൾ പൊഴിവെയിലത്ത് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? മണൽക്കാറ്റിൽപ്പെട്ട് മരിച്ചു പോവാതിരിക്കാൻ വേണ്ടി അറേബ്യൻ മരുഭൂമികളിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്തിനാണ് നമ്മൾ ഈ നാട്ടിലെ ചൂട് കാലാവസ്ഥയ്ക്ക് വേണ്ടി അഡാപ്റ്റ് ചെയ്തത്? ശരിക്കും പണ്ടത്തെ കാലത്തെ ആൾക്കാർ കൊണ്ടുവന്നത് മുണ്ടും നേരിയത്. നേരത്തെ മുണ്ടും നേരിയത് ആദ്യ ബ്രാഹ്മണൻ്റെ ഒരു ചിഹ്നമായിട്ടും അത് വേണമെന്ന് ഞാൻ പറയുന്നേ ഇല്ല. പക്ഷെ നമുക്കല്ലാത്ത ന്യൂട്രലായിട്ടുള്ള വസ്ത്രങ്ങൾ എമ്പാടും കിട്ടുമല്ലോ. അതണിഞ്ഞുകൊണ്ട് പോയത്. നെറ്റിയിൽ ഇങ്ങനെ ചന്ദനക്കുറിയും തൊട്ടുകൊണ്ട് ഇങ്ങനെ ടി വിയിൽ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? കലയിൽ സ്കാർഫോ അതിനെന്താ പറയുന്നത്, അതും ധരിച്ചുകൊണ്ട്, എന്തു കുന്തമെങ്കിലുമായിട്ട് അതും ധരിച്ചുകൊണ്ട് വന്ന് നീണ്ടുകൊണ്ട് ഞാൻ ഇന്ന മതക്കാരിയാണ് എന്ന് പറയാൻ ദൃശ്യഭാഷയിലൂടെ കാണുന്നതാണ് ഭാഷയായിട്ട് വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള അകലങ്ങളും വേർതിരിവുകളും വിവേചനങ്ങളും ഒക്കെ നമ്മൾക്കിടയിൽ വേണോ? ചോദ്യമാണ്. അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക സ്ഥാപനങ്ങൾ അല്ല. ഈ സൂചിപ്പിച്ചതുപോലെ ജയിലിൽ ഒരു കറണ്ടായിട്ടൊരു വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ ചിലപ്പോൾ നാം ഈ വാർത്ത ഇത് കഴിഞ്ഞൊന്ന് TV ഓൺ ചെയ്താൽ പോലും ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്ത് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ഒരു വേട്ട ഉണ്ടായിരിക്കാം, ഒരാൾ പിടികൂടിയിരിക്കാം. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും കേരളം മുഴുവൻ അങ്ങനെ അടിച്ചു പരത്തി അങ്ങ് പോവുകയാണ് ലഹരി മരുന്ന്? അത് വേറൊരു വിഷയം. ഇപ്പോൾ അദ്ദേഹം സിമിയുടെ ആളാണ്, സിമിയിൽ നിന്ന് വന്ന ആളാണ്. സിമിയുടെ പ്രത്യയശാസ്ത്രം നമുക്കറിയാം. ആ സിമിയിൽ നിന്ന് വന്ന മതപരിവർത്തനമല്ല, മനപരിവർത്തനം വന്ന ആളാണ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നത്, ധീരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത്. എല്ലാ മുസ്ലിങ്ങൾക്കും അതിനുള്ള ധൈര്യം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ജലീലെ ഇതല്ല, നമ്മൾ എന്തിനായി മദ്രസകൾ നടത്തുന്നത്? മുസ്ലിം മതത്തെക്കുറിച്ച് വിദ്യാഭ്യാസം നൽകുക ഒരു മദ്രസ, അതിൽ പുരോഹിതന്മാരില്ലെന്നാണ് പറയുന്നത്. അതിൽ പുരോഹിതന്മാർ പഠിച്ചാൽ പോരെയത്? അല്ലെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിൽ കൂടുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞാൽ പോരെ ഇത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കുക നല്ല കാര്യങ്ങൾ? പണ്ട് സൺഡേ സ്കൂളുകളുണ്ടായിരുന്നു ക്രിസ്ത്യൻ മതത്തിന്, സൺഡേ സ്കൂളുകൾ. ഇപ്പോൾ ഇപ്പോഴും ഉണ്ടോ?
അപ്പോൾ എങ്ങും ആരും അങ്ങനെ പഠിക്കാൻ സീരിയസ് ആയിട്ടിരിക്കും. പക്ഷേ ഇസ്ലാം മതത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ശാസനങ്ങളുള്ളത് കൊണ്ട് അത് നിർബന്ധമായിട്ടും പോയേ പറ്റൂ. അവർക്ക് മതത്തിനെ പേടിയുണ്ട്, മതത്തിൻ്റെ ശാസനങ്ങൾ അനുസരിച്ചേ പറ്റൂ. ജനാധിപത്യമൊന്നുമല്ല, അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു, ഇമ്പോസ് ചെയ്യപ്പെടുന്നതല്ലേ. അത് പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അവരുടെ മതത്തിൻ്റെ രീതി അതാണെന്ന് മാത്രമല്ല. അതിനെ നമ്മൾ ഫാഷിസ്റ്റ് എന്നും പറയേണ്ട, മതത്തിൻ്റെ രീതി കെട്ടുറപ്പുള്ള ഒരു മതമാണത്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ഈ മദ്രസകളായിട്ട് നമുക്ക് വേണോ? അതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വേണോ? ഗവൺമെൻറ് സഹായം കൊടുക്കുന്നു, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു, അതിന് ഫണ്ട് പ്രത്യേകം ഉണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്കൊരു ബഹുസ്വര സമൂഹത്തിൽ ഇതാണോ മതേതരത്വം? ഇതാണോ മതനിരപേക്ഷത? നിങ്ങളെ എല്ലാവരും മതങ്ങളുടെയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ തുടങ്ങും. എല്ലാ മതപണ്ഡിതന്മാരും അവിടെ നിന്ന് പറയട്ടെ എന്ന് വെച്ചാൽ അടികൂടാൻ വേണ്ടിയിട്ടല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനൽ ഹക്ക് എന്ന് പറയുന്ന സൂഫി സൂക്തം തന്നെയാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് ബഷീറിൻ്റെ, ഇറ്റി മുഹമ്മദ് ബഷീറല്ല, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആ വാക്കുകൾ നമുക്ക് കേട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരിടം ബുദ്ധമതത്തിൻ്റേതായിക്കോട്ടെ, കാരുണ്യത്തിൻ്റെ മതമായ ബുദ്ധമതം, സമാധാനത്തിൻ്റെ മതം എന്ന് പറയുന്ന ഇസ്ലാം മതം, അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുന്ന ക്രിസ്തു മതം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു തത്വമസി എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹിന്ദുമതം, ഇതിൻ്റെ എല്ലാം കൂടെ സാരാംശങ്ങളെല്ലാം കൂടെ ചേർത്ത് ആത്മീയ തലത്തിൽ വിഹരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അവിടെ പോകേണ്ടവർക്ക് പോകാം, നിർബന്ധം അടിച്ചേൽപ്പിക്കേണ്ട. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഫാഷിസമാണ്. അപ്പോൾ അങ്ങനെ അടിച്ചേൽപ്പിക്കാതെ ഇത് പഠിക്കാൻ പറ്റുന്ന ഒരിടം, അവിടെയുള്ള കുട്ടികൾക്ക് ഈ മൂല്യം ഉണ്ടാവുന്നു നമുക്ക് നിരീക്ഷിക്കാം. ഒരു മതം മാത്രം പഠിപ്പിക്കുമ്പോഴല്ലേ നമ്മുടെ മൂല്യങ്ങൾ ചോർച്ചയായിട്ട് പോകുന്നത്? നമ്മൾ പഠിപ്പിക്കേണ്ടത് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ എല്ലാ മതങ്ങളിലൂടെയും നമുക്ക് മോക്ഷം ഉണ്ടാവും, ഒരേ കടലിലേക്ക്. അതോടൊപ്പം തന്നെ ജലീൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മറ്റു മതങ്ങൾക്ക് ലഭിക്കാത്ത അത്ര മതവിദ്യാഭ്യാസം അല്ലേ, മതവിദ്യാഭ്യാസവും മദ്രസയിൽ ഈ മുസ്ലിം കുട്ടികളെ ലഭിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ, അവരെ നല്ല വഴിക്ക് നടത്താൻ ഈ മദ്രസയിലെ ഈ അധികൃതർക്ക് കഴിയുന്നില്ല എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ കരിക്കുലം, സിലബസ് നമ്മൾ പരിശോധിക്കണം. എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ IS ഒക്കെ സ്കൂളുകൾ നടത്തുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്നത് അവരുടെ ആയുധാഭ്യാസങ്ങളാണ്. IS മാത്രമല്ല, യസീദികൾ അവരുടെ ആയുധ അഭ്യാസം നടത്താൻ സ്കൂളുകളുണ്ട്. അങ്ങനെ പല വിഭാഗക്കാർക്കും അവരുടേതായിട്ടുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, അവിടെ എന്താ പഠിപ്പിക്കുന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, ബിഷപ്പുമാരെയൊക്കെ പഠിപ്പിക്കുന്ന, വികാരിമാരെയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, തിയോസഫി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടാണ് ഇവർ വരുന്നത്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു കാര്യം, റമദാൻ പ്രഭാഷണമാണെന്ന് തോന്നുന്നു, ഏതോ ഒരു പള്ളിയിൽ വെച്ച് ഒരാൾ വിളിച്ചു പറഞ്ഞതാണ്. ആ ധൈര്യത്തെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീടിനടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ എല്ലാ ദിവസവും വൻതോതിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഏറ്റവും വലിയ പ്രധാന ചടങ്ങ് അന്നദാനമാണ്. ഞാൻ പോയിട്ടില്ല, അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ പലരും ഇങ്ങനെ വന്ന് ആയിരക്കണക്കിന് പട്ടിണി കിടക്കുന്ന ആൾക്കാർ വന്ന് അവിടുത്തെ അന്നദാനം സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അവർക്ക് ഭക്തിപൂർവ്വം വിളമ്പി കൊടുക്കുമായിരുന്നു ക്ഷേത്രത്തിൻ്റെ സംഘാടകർ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. ആ ശ്ലോകം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അന്നദാനം മഹാദാനം, മാനവസേവ മാധവസേവ, അതായിരിക്കണം എല്ലാ മതങ്ങളും ഉൾക്കൊള്ളേണ്ട തത്വം. ഇതുതന്നെയായിരിക്കണം എല്ലാ മതങ്ങളും ഉൾച്ചേരേണ്ട ഒന്ന്. അവ യോജിക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. നിങ്ങളുടെ വിശ്വാസങ്ങൾ പലതായിക്കോട്ടെ, വിഗ്രഹങ്ങളിലായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ യോജിച്ചു പോകാൻ പറ്റും, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു കരിക്കുലം, ഒരു സിലബസ്, ഒരു സ്കൂൾ, ഏകമത വിദ്യാലയം, അതുതന്നെയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ KT ജലീൽ പറഞ്ഞ ആ കാര്യത്തിന് കൂടുതൽ പ്രസക്തി കൈവരും. അല്ലാതെ നമ്മുടെ മതത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഈ ലഹരി മരുന്നിനെയോ അല്ലെങ്കിൽ ഈ അക്രമാസക്തിയെയോ നിവർത്തിക്കാൻ കഴിയില്ല.